ഇത് പുഷ്പരാജ് ബൻവർ സിംഗ് പോരാട്ടം. മാസ് ആക്ഷൻ ഫയറുമായി പുഷ്പ 2 ട്രെയിലർ ഡിസംബർ 5-ന് തിയേറ്ററുകളിൽ എത്തും. അല്ലു അർജുൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം പുഷ്പ 2-വിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. പാട്നയിലെ വൻ ജനസാഗരത്തിന് മുന്നിൽ വെച്ചായിരുന്നു ട്രെയിലർ പുറത്തുവിട്ടത്. ആദ്യ ഭാഗത്തേതിൽ നിന്നും വിഭിന്നമായി അല്ലു അർജുനും മലയാളത്തിന്റെ പ്രിയതാരം ഫഹദ് ഫാസിലും തമ്മിലുള്ള മാസ് ഫൈറ്റ് കോമ്പിനേഷൻ സീനുകൾ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമെന്ന് ട്രെയിലർ ഉറപ്പിക്കുന്നുണ്ട്. പക്ക മാസ് ആക്ഷൻ ത്രില്ലറായാണ് പുഷ്പ 2 ഒരുക്കിയിരിക്കുന്നതെന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ്. ഒപ്പം കൊമേഴ്ഷ്യൽ എലമെന്റ്സ് എല്ലാം ചേർത്ത് ആദ്യ ഭാഗത്തേക്കാൾ ഇരട്ടി വലുപ്പത്തിലാകും പുഷ്പ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക എന്നും വ്യക്തമാണ്. ഫഹദ് ഫാസിലിന്റെ മാസ് പ്രകടനമാകും ചിത്രത്തിലേതെന്നും വ്യക്തമാണ്. ട്രെയിലറിലെ ഫഹദിന്റെ സ്ക്രീൻ പ്രസൻസും സ്റ്റൈലും എല്ലാം അതിന് വഴിവെക്കുന്നുണ്ട്. ചിത്രം ഡിസംബർ 5-ന് തിയേറ്ററുകളിലെത്തും. അതേസമയം പുഷ്പ 2 കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് E4 എന്റർടൈൻമെന്റ്സ് ആണ്. സിനിമ ഇറങ്ങുന്നതിന് 1 മാസം മുമ്പേ കേരളത്തിലെ പുഷ്പ 2 ഫാൻ ഷോ ടിക്കറ്റുകൾ വിറ്റുതീർന്നിരുന്നു. ഡിസംബർ 5 മുതൽ കേരളക്കരയിലെ തിയേറ്ററുകളിൽ 24 മണിക്കൂറും പ്രദർശനമുണ്ടാകുമെന്ന് E4 എന്റർടൈൻമെന്റ്സ് സാരഥി മുകേഷ് ആർ മേത്ത അടുത്തിടെ അറിയിച്ചിരുന്നു. ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ ദ റൈസിന്റെ രണ്ടാം ഭാഗമായെത്തുന്ന പുഷ്പ 2 ദ റോൾ ബോക്സ് ഓഫീസിൽ വൻ നേട്ടം കൈവരിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ചിത്രം ഇതിനകം 1000 കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. ചിത്രത്തിൽ അല്ലു അർജുന് പുറമെ രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, സുനിൽ ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന താരങ്ങളായിട്ട് ഉള്ളത്. ആ വീഡിയോ പുഷ്പ 2 ക്ലൈമാക്സ് ഫൈറ്റിന്റേത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കണമെന്ന് ആരാധകർ. ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ഇന്ത്യൻ സിനിമയിൽ പ്രേക്ഷകരിൽ ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തിയിട്ടുള്ള അപ്കമിംഗ് റിലീസുകളിൽ ഒന്നാണ് പുഷ്പ 2. ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ വ്യത്യാസമില്ലാതെ പ്രേക്ഷകർക്കിടയിൽ ഈ ചിത്രത്തിനായുള്ള കാത്തിരിപ്പുണ്ട്. പുഷ്പ ആദ്യ ഭാഗത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം 200 കോടി ക്ലബിൽ ഇടം പിടിച്ചുവെന്ന് പറയുമ്പോൾ ഈ ചിത്രത്തോട് ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്കുള്ള താല്പര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനാൽ തന്നെ പുഷ്പ 2 അപ്ഡേറ്റുകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധയാണ് എപ്പോഴും ലഭിക്കാറ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സെറ്റിൽ നിന്നുള്ള ഒരു ലൊക്കേഷൻ വീഡിയോയും അത്തരത്തിൽ ചർച്ചയാവുകയാണ്. ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോയിൽ ഒരാളെ ക്രെയിൻ ഉപയോഗിച്ച് കയർ കെട്ടി ഉയർത്തുന്നത് കാണാം. രക്തം പുരണ്ടതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇയാളുടെ വസ്ത്രധാരണം. സെറ്റെന്ന് തോന്നിപ്പിക്കുന്ന കൂറ്റൻ നിർമ്മാണവും പശ്ചാത്തലത്തിൽ കാണാം. അതേസമയം ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങളൊന്നും വീഡിയോയിൽ ഇല്ല. സോഷ്യൽ മീഡിയയിൽ കാര്യമായി പ്രചരിക്കുന്ന ഈ വീഡിയോ ക്ലൈമാക്സ് രംഗങ്ങളുടെ ചിത്രീകരണത്തിൽ നിന്നുള്ളതാണെന്നാണ് കരുതപ്പെടുന്നത്. അതിനാൽ തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കളോട് സിനിമാ പ്രേമികൾ തന്നെ ആവശ്യമുയർത്തുന്നുണ്ട്. അതേസമയം സിനിമയുടെ റിലീസ് ഡിസംബർ 6-നാണ്. നേരത്തെ ഓഗസ്റ്റ് 15-ന് തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ചിത്രമാണ് ഇത്. എന്നാൽ നിർമ്മാണം വിചാരിച്ചതിൽ നിന്ന് നീണ്ടതിനാൽ റിലീസ് നീട്ടുകയായിരുന്നു. അല്ലു അർജുൻ ടൈറ്റിൽ കഥാപാത്രമാവുന്ന ചിത്രത്തിൽ പ്രതിനായകനാവുന്നത് ഫഹദ് ഫാസിലാണ്. രശ്മിക മന്ദാനയാണ് നായിക. ഫഹദിന്റെ കഥാപാത്രത്തിന് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പ്രാധാന്യമുണ്ടാവുമെന്നാണ് അറിയുന്നത്. പുഷ്പയുടെ രണ്ടാം ഭാഗം ഈ വർഷം ഓഗസ്റ്റിൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ആരാധകർ ആവേശത്തിൽ. പോസ്റ്ററിൽ അല്ലു അർജുന്റെ മുഖം ഔട്ട് ഓഫ് ഫോക്കസിലാണ്. ഫോക്കസിലുള്ളത് കഥാപാത്രത്തിന്റെ ഇടതു കൈയുടെ ഭാഗമാണ്. ഇന്ത്യയെമ്പാടും തരംഗമായ ചിത്രമാണ് പുഷ്പ. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഈ വർഷം സ്വാതന്ത്ര്യ ദിനത്തിൽ, അതായത് 2024 ഓഗസ്റ്റ് 15-ന് ബഹുഭാഷകളിൽ ലോകമെമ്പാടുമുള്ള പ്രദർശനശാലകളിൽ ചിത്രം റിലീസ് ചെയ്യപ്പെടും. ആകാംക്ഷ നിറയ്ക്കുന്ന ഒരു പുതിയ പോസ്റ്ററിനൊപ്പമാണ് റിലീസ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. പോസ്റ്ററിൽ അല്ലു അർജുന്റെ മുഖം ഔട്ട് ഓഫ് ഫോക്കസിലാണ്. ഫോക്കസിലുള്ളത് കഥാപാത്രത്തിന്റെ ഇടത് കൈയുടെ ഭാഗം മാത്രമാണ്. ഒരു വിരലിൽ സ്ത്രീകളെ പോലെ നഖം വളർത്തി നെയിൽ പോളിഷ് അടിച്ചിട്ടുണ്ട്. 3 വിരലുകളിൽ വലിയ മോതിരങ്ങളും കൈത്തണ്ടയിൽ സ്വർണ്ണ ചെയിനുകളുമൊക്കെ ധരിച്ചാണ് അല്ലു അർജുന്റെ ഇരിപ്പ്. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ 2 ദി റോൾ ആദ്യ ഭാഗമായ പുഷ്പ ദി 1 ദി റൈസ് എന്ന ചിത്രത്തിന് ശേഷം
അല്ലു അർജുന്റെ ടൈറ്റിൽ കഥാപാത്രവും ഫഹദ് ഫാസിലിന്റെ ഇൻസ്പെക്ടർ ബൽവർ സിംഗ് ഷെഖാവത്തും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസറും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. രശ്മിക മന്ദാന നായികയാവുന്ന ചിത്രം മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീൻ യർനൈനിയും വൈ രവിശങ്കറും ചേർന്നാണ് നിർമ്മിക്കുന്നത്. അല്ലുവിനെയും രശ്മികയെയും ഫഹദിനെയും കൂടാതെ ധനഞ്ജയ്, റാവു രമേശ്, സുനിൽ, അനസൂയ ഭരദ്വാജ്, അജയ് ഘോഷ് തുടങ്ങിയവരും അണിനിരക്കുന്ന ചിത്രത്തിന്റെ സംഗീതം ദേവി ശ്രീ പ്രസാദ്, DSP, ഛായാഗ്രാഹണം മീറോസ്ലാവ് കുബ്ബ ബ്രോസെക്, എഡിറ്റിംഗ് കാർത്തിക ശ്രീനിവാസ് എന്നിവർ നിർവഹിക്കുന്നു. പുഷ്പ ബ്രാൻഡ് തന്നെ. വൈൽഡ് ഫയറായി പുഷ്പ 2 അഡ്വാൻസ് ബുക്കിംഗ്. ടിക്കറ്റ് വില കേട്ടാൽ ബോധം പോകും. പുഷ്പ 2വിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ബോക്സ് ഓഫീസിൽ വൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു. ഇന്ത്യൻ സിനിമ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പുഷ്പ 2. അല്ലു അർജുൻ നായകനായ ചിത്രം തെലുങ്കിലാണ് ഒറിജിനലായി ഇറങ്ങുന്നതെങ്കിലും പാനിന്ത്യൻ പടമായി മാറിക്കഴിഞ്ഞു. പുഷ്പ 2വിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ചതോടെ ബോക്സ് ഓഫീസിൽ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചിത്രം ബുക്ക് മൈ ഷോ പോലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിൽ ചിത്രത്തിലെ ഡയലോഗ് പോലെ തന്നെയാണ് പ്രതികരണം സൃഷ്ടിക്കുന്നത്. പുഷ്പ ഫയർ അല്ലടാ, വൈൽഡ് ഫയർ. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം അഡ്വാൻസ് ബുക്കിംഗ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചരിത്രമാണ് കുറിക്കുന്നത്. ബുക്കിംഗ് തുടങ്ങി വൈകിട്ട് 7 മുതൽ 8 വരെ 23,000-ഓളം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. ഡിസംബർ 1 ഞായറാഴ്ച BMSൽ രാവിലെ 6 മുതൽ വൈകിട്ട് വരെ 2.42 ലക്ഷം ടിക്കറ്റുകൾ പുഷ്പ 2വിനായി ബുക്ക് ചെയ്യപ്പെട്ട കഴിഞ്ഞു. ഓരോ മിനിറ്റിലും 383 വരെ ടിക്കറ്റ് വിറ്റുപോയി എന്നതാണ് ഇതിനർത്ഥം. അതായത് ആദ്യ ദിവസം തന്നെ പ്രീസെയിൽ ടിക്കറ്റ് വിൽപ്പനയിൽ ലിയോ മുമ്പ് ആദ്യം 24 മണിക്കൂറിലിട്ട 1.26 ലക്ഷം എന്ന പ്രീ ബുക്കിംഗ് റെക്കോർഡ് പുഷ്പ തകർത്തിരിക്കുകയാണ്. അതേസമയം ആദ്യ 24 മണിക്കൂറിൽ അഡ്വാൻസ് ബുക്കിംഗിൽ കൽക്കി, ജവാൻ എന്നിവർ ഇട്ട റെക്കോർഡ് അല്ലു ചിത്രം മറികടന്നില്ല. എന്നാൽ ഡിസംബർ 5-ന് റിലീസാകുന്ന ചിത്രം അഡ്വാൻസ് ബുക്കിംഗിൽ റെക്കോർഡ് ഇടുമെന്നാണ് വിവരം. നിലവിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ വിൽക്കുന്ന പുഷ്പ 2വിൻ്റെത് അത് മൈസൺ എക്കണോമിക്സിൽ 2,400 രൂപയാണ് പുഷ്പ 2 ടിക്കറ്റിന്. ജിയോ വേൾഡ് പ്ലാസ, BKC, ഡൽഹി, PVR ഡയറക്ടേഴ്സ് കട്ട്, ആംബിയൻസ് മാൾ എന്നിവിടങ്ങളിലെ ഇതേ നിരക്കാണ്. അതേസമയം ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റ് ചെന്നൈയിലെ AGS സിനിമയിലെ OMRലാണ് 60 രൂപ. ബുക്ക് മൈ ഷോയിൽ 1.2 മില്യൺ ആൾക്കാർ താല്പര്യം പ്രകടിപ്പിച്ച പുഷ്പ 2 സുകുമാറാണ് സംവിധാനം ചെയ്യുന്നത്. 2021 ഇറങ്ങിയ പുഷ്പയുടെ തുടർച്ചയാണ് പടം. അല്ലു അർജുന് പുറമെ ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു. 500 സ്ക്രീനുകളും കടന്ന് കേരളത്തിൽ പുഷ്പ 2 തേരോട്ടം. ഡിസംബർ 5-ന് തിയേറ്ററുകളിൽ. കേരളത്തിൽ പുഷ്പ 2 റിലീസിന് മുമ്പ് തന്നെ ചരിത്രം സൃഷ്ടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 500 സ്ക്രീനുകളും കടന്ന് കേരളത്തിൽ പുഷ്പ 2 തേരോട്ടം തുടങ്ങിയിരിക്കുകയാണ്. അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം 2 കോടിയിലേറെ പ്രീ സെയിൽ സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ഈ നേട്ടം. തെലുങ്കിലെ ഒരു താരത്തിനും ലഭിക്കാത്ത ഗംഭീര ഓപ്പണിംഗ് ആണ് അല്ലു അർജുന് കേരളത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ പുഷ്പ 2 ദ റൂൾ ഡിസംബർ 5-നാണ് ലോകം മുഴുവനുള്ള തിയേറ്ററുകളിൽ 12,000 സ്ക്രീനുകളിൽ എത്താനൊരുങ്ങുന്നത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന്റെ അഡ്വാൻസ്ഡ് ടിക്കറ്റ് ബുക്കിംഗിന് ഇതിനകം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുഷ്പ 2 ദ റൂൾ ഓരോ അപ്ഡേറ്റുകളും സിനിമാ പ്രേമികൾ ആഘോഷപൂർവ്വമാണ് ഏറ്റെടുക്കുന്നത്. അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു. പുഷ്പ വൈൽഡ് ഫയർ ആണെന്ന മുന്നറിയിപ്പുമായാണ് ട്രെയിലർ എത്തിയിരുന്നത്. അതിനു പിന്നാലെ ക്രിസ്റ്റിക് പാട്ടെത്തിയിരുന്നു. അതിനുശേഷം കിസ്സിക് പാട്ടും ഏവരുടെയും പ്രിയം നേടി. ഒടുവിൽ ഫീലിംഗ് സോങ് സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിക്കാനായി എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുഷ്പ 2 എത്താൻ ഇനി ഏതാനും ദിനങ്ങൾ മാത്രമാണുള്ളത്. തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാമാങ്കത്തിനാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും പദ്ധതിയിടുന്നത്.
പുഷ്പയുടെ രണ്ടാം ഭാഗം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് E4 എന്റർടൈൻമെന്റ്സ് ആണ്. ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ ദി റൈസിന്റെ രണ്ടാം ഭാഗമായെത്തുന്ന പുഷ്പ ടി ദി റൂൾ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത്. ചിത്രം ഇതിനകം 1000 കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. റോക്ക് സ്റ്റാർ ദേവി ശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർക്കുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത്. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദി റൈസ് ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു. പുഷ്പ ദി റൂൾ ഇതിന്റെ തുടർച്ചയായി എത്തുമ്പോൾ സകല റെക്കോർഡുകളും കടപുഴകുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. ചിത്രത്തിൽ അല്ലു അർജുന് പുറമെ രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, സുനിൽ, ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി ഉള്ളത്. രണ്ടാം ഭാഗത്തിൽ എന്തൊക്കെ ട്വിസ്റ്റും ടേണും സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.